ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൺഷൈൻ ക്രിയേഷൻസ്. ഞാനിന്ന് ഒരു ഇയറിംഗ് പ്ലാസ്റ്റിക് ക്യാൻവാസിൽ ഒരു ഇയറിംഗ് ഉണ്ടാക്കുന്ന വിധമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് ക്യാൻവാസ് ഒരു 8 കോളം വീതം സ്ക്വയറായിട്ട് വെട്ടിയെടുക്കണം. സ്ക്വയറായിട്ട് വെട്ടിയെടുത്ത് അതിലോട്ട് നമുക്ക് ക്രോസ് സ്റ്റിച്ച് പോലെ ചെയ്തെടുക്കാം. വേണ്ട, അവിടെ നിന്നെടുത്ത് ഈ നൂല് നമ്മൾ അടിയിൽ കൈ കൊണ്ട് പിടിച്ചോളും. കെട്ടിട്ട് അത് വൃത്തികേടായിട്ട് വരും. അതുകൊണ്ട് അതങ്ങനെ പിടിച്ചു. അടുത്തതിലോട്ട് എടുത്തു. ക്രോസായിട്ട് എടുക്കണം. ക്രോസായിട്ട് എടുത്ത് അത് ക്രോസായിട്ട് അടുത്തതിലോട്ട് കുത്തുക. നമ്മൾ അങ്ങനെ വരിക്ക് ചെയ്തു പോയാൽ മതി. ക്രോസ് സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം അതിങ്ങനെ എല്ലാ ഹോളിലും ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിൽ. നമ്മൾ ഓരോ ഹോളിലും ക്രോസ് ചെയ്ത് പോവുക. ഞാൻ ഒരു ലൈന് ചെയ്ത് കാണിക്കാം. ഇതിൽ നമുക്ക് കീ ചെയിനും ചെയ്യാം. അത് അടുത്തതിൽ ഞാൻ കീ ചെയിൻ കാണിക്കാം. പിള്ളേർക്കും ചെയ്യാം. ഇത് ഒരുവിധം വിവരം വെച്ച പിള്ളേർക്ക് ചെയ്യാം. ചെറിയ കുട്ടികളെ കൊണ്ട് സൂചിയൊക്കെ വേണ്ട. 8th ആയ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാം. വെക്കേഷൻ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കണം, ഇതൊക്കെ പഠിപ്പിക്കാമല്ലോ. നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ ചെയ്താൽ തീർന്നു. അപ്പം നമുക്ക് എന്നിട്ട് ബാക്കി ഫിനിഷിങ് സ്റ്റേജ് ഉണ്ട്. ഇനി സ്ക്വയർ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തത് തീരാറായി. പെട്ടെന്ന് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇനി അത് അടിയിലൊക്കെ നമുക്ക് വേറെ
തുണിയൊക്കെ വെച്ച് തയ്ക്കണം, അല്ലെങ്കിൽ അത് ഒരു ഫിനിഷ് വരില്ല. ഇനി നമുക്ക് കെട്ടിടാതെ തന്നെ ഇതിലോട്ട് വേണം സൈഡ് നമ്മൾ ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് പോലെ ചെയ്ത് പോകണം. അതിൽ നമുക്ക് ഹോളുണ്ട്, അപ്പോൾ അത് ഈ അരികു മുഴുവൻ റെഡ് നൂല് കൊണ്ട് ഇതാക്കി വിടണം. അത് സ്റ്റിച്ച് ഫിനിഷായി. ഇനി അത് അടിയിൽ തുണി വെച്ചിട്ടുണ്ട്. തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡിൽ സ്റ്റെം സ്റ്റിച്ച് പോലെ ചെയ്ത്. അപ്പോൾ അത് ആ തുണി അതിലിരിക്കും. ഇത് ഞാൻ വെച്ചിട്ടുള്ളത് മറ്റേ ക്യാൻവാസ് പോലത്തെയാണ് ഒട്ടിക്കുന്നത്. അത് വെച്ച് ഒട്ടിച്ചു. പക്ഷെ എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ നല്ല ബലമായിട്ട് അവിടെ ഇരിക്കും. ക്യാൻവാസ് ഇല്ലെങ്കിൽ തുണിയായാലും മതി. ക്യാൻവാസ് ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, അത് ഒട്ടിച്ച് വെച്ചാൽ അവിടെ ഇരിക്കും. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് 4 സൈഡും ഇതേപോലെ ചെയ്യാം. അപ്പോൾ നമുക്കത് ഫുള്ളും ആ വൈറ്റ് അങ്ങ് കവറാവും. ഇനി നമുക്കത് അതിൽ ഹൂക്ക് കൊടുക്കാം. ഒരു റിങ് ആദ്യം കൊടുത്തിട്ട് അതിൽ ആ ഹൂക്ക് ഘടിപ്പിച്ചാൽ മതി. രണ്ടും റെഡിയായി. നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.